الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരപ്രദമാകുന്ന, അതായത് സത്യസന്ധന്മാരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ഒരു ദിനം, അതാണ് യഥാർത്ഥ ദിനം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല പറയുന്നതാണ്, സത്യവാന്മാരായ ആളുകൾക്ക് അവരുടെ ആ സത്യം ഉപകാരപ്പെടുന്ന ഒരു ദിനം. ആ ദിനത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്, ജുമാ ദിവസം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അതുപോലെ 5 നേരത്തെ നിസ്കാരം നാം നിർവഹിക്കുന്നത്, അതുപോലെ മറ്റുള്ള ആരാധനകളെല്ലാം, എല്ലാ കർമ്മങ്ങളും, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നാം നിർവഹിക്കുന്നത് ആ ഒരു ദിനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ നിലക്കായിരിക്കണം. എന്നാൽ മാത്രമേ സത്യസന്ധത നമുക്കവിടെ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അന്നത്തെ ആ ദിനം ഭയാനകരമായ ദിനമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു ജനങ്ങളോട്, നിങ്ങൾ മഹത്തായ സമ്മേളനത്തിന് നിങ്ങൾ പ്രചരണമൊരുക്കുക എന്ന് പറയാറുണ്ടായിരുന്നു. ഏതാണ് ആ സമ്മേളനം? പരലോകമാണ്. അല്ലാഹു തആല പറഞ്ഞ ഹാദാ, അല്ലാഹു തആല ഖാലല്ലാഹു ഹാദാ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. ആ ദിനം ഇന്ന് കഴിഞ്ഞുള്ള നാളെയല്ല, ഇന്നത്തെ ദിനമല്ല, ഇന്ന് കഴിഞ്ഞിട്ടുള്ള നാളെയുമല്ല. നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു ദിനം, പരലോകം എന്ന് പറയുന്നത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. നാം ഇന്ന് എണ്ണിക്കണക്കാക്കുന്ന ദിവസങ്ങളെ അപേക്ഷിച്ച് 50,000 വർഷമാണ് പരലോകത്തെ
ഒരു ദിനം എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. യൗമുൽ ഹശർ, പരലോക ഖിയാമത്ത് നാളിലെ ആ ഒരു ദിനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ദിവസങ്ങളെ അപേക്ഷിച്ച് 50,000 വർഷമാണ്, 50,000 വർഷത്തെ ദൈർഘ്യമാണ് പരലോകത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞു. ആ ദിനത്തിൽ, ആ സമ്മേളനത്തിൽ, ആ ഹശറിന്റെ മൈതാനത്ത് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടേണ്ടവരാണ്. ആ ഒരുമിച്ച് കൂടുന്ന ആ ദിവസമാണ് യഥാർത്ഥ ദിവസം. അന്ന് നമുക്ക് ഈ ഐഹികമായ ഈ ലോകത്ത് നമ്മുടെ വാക്ക് സത്യസന്ധമായിട്ട് ആയിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ കൊടുക്കലും വാങ്ങലും എല്ലാം സത്യസന്ധമായ നിലക്കായിരുന്നുവെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിനം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ, അതുപോലെ അവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ നിലക്കുള്ള മറുപടി പറയുവാനും വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നത്. ആ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നാം കണ്ടെത്തണം. നമ്മുടെ റൂഹ് പിരിയുന്നതിന് മുമ്പ്, നാം മരണപ്പെടുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ 4 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ നിലക്കുള്ള മറുപടി കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ലാ തസൂല ഖദമാ ഇബ്ന ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ അർബഇൻ വഅൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വമാ അൻഫഖ വമാദാ അമില ബിഹി അലിം. വ്യത്യസ്ത രീതിയിൽ ഹദീസ് വ്യത്യസ്ത രീതിയിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തസൂല ഖദമാ ഇബ്ന ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ അർബഇൻ. 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ ആദമിന്റെ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഷറിന്റെ ആ മൈതാനത്ത് ഒരുമിച്ചുകൂടി ആ നിന്ന നിർവൃത്തത്തിൽ നിന്ന് അവന്റെ കാൽപാദം ഒരടി മാറ്റിവെക്കാൻ സാധിക്കുകയില്ല എന്ന് സ്വാദിഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഅൻ ഉംരിഹി ഫീമാ അഫ്നാ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് ചോദ്യം. എന്നോടും നിങ്ങളോടും അല്ലാഹു തആല ചോദിക്കുന്നത് നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്, ഐഹിക ജീവിതത്തിൽ എത്ര കാലം ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല അനുവാദം തന്നിട്ടുണ്ടോ ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിനെ സംബന്ധിച്ച് വ്യക്തമായ നിലക്ക് അല്ലാഹു തആല ചോദിക്കുന്നതാണ്. 10, 20, 30, 40, 50, 60, 70, 80, 90 അങ്ങനെ 100 വരെ ജീവിക്കാനുള്ള ആയുസ് അല്ലാഹു തആല തന്നിട്ടുണ്ട് എങ്കിൽ ആ ആയുസ്സിനെ സംബന്ധിച്ച് നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ നമുക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിനങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങളും നമുക്ക് വിലമതിക്കാനാവാത്ത മണിക്കൂറുകളാണെന്നും ദിനങ്ങളാണെന്നും ആഴ്ചകളാണെന്നും മാസങ്ങളാണെന്നും വർഷങ്ങളാണെന്നുമുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം 2024 നമുക്ക് കഴിഞ്ഞു പോയല്ലോ. ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു 2024 ഇനി നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. 2025 പ്രവേശിച്ച ഞാനും നിങ്ങളും നമുക്ക് കഴിഞ്ഞുപോയ നമ്മുടെ ആയുസ് എന്തിനു വേണ്ടിയിട്ടാണ് നാം ചെലവഴിച്ചത് എന്ന് നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ഹിസാബ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും, ഓരോ ആളുകളും എനിക്ക് കഴിഞ്ഞുപോയ എൻ്റെ 40 വയസ്സിനിടക്ക്, 45-നിടക്ക്, 50 വയസ്സിനിടക്ക് ഞാൻ ചെയ്ത എൻ്റെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയായിരുന്നുവെന്ന്
ഒന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ആയുസ്സിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ചോദ്യം. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. യാത്രയിൽ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അയാളോട് തൗഹീദിനെ സംബന്ധിച്ചും സുന്നത്തിനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് വളരെ ഖേദപ്രകടനമാണ് അയാളിൽ നിന്നുണ്ടായത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അതുപോലെ സന്താനങ്ങളുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആ ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് ഞാൻ തീരെ ചിന്തിച്ചില്ല. എൻ്റെ സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊന്നും ഞാൻ കൂട്ടാക്കിയില്ല. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. ഇപ്പോൾ എനിക്ക് വയസ്സ് 74 പിന്നിട്ടു. ഈ 74 വയസ്സിനിടയ്ക്ക് എനിക്ക് നൽകപ്പെട്ട ആയുസ് ഞാൻ കളഞ്ഞു കുളിച്ചത്, അതിനെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം നേരിട്ട് പറഞ്ഞതെങ്കിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും നമുക്കിതുപോലെ ഒരു ഖേദപ്രകടനത്തിൻ്റെ ദിനം വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആയുസ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും നമ്മുടെ കൊടുക്കലും വാങ്ങലും എല്ലാം സത്യസന്ധമായ നിരക്ക് ജീവിക്കാൻ ആയുസ്സിനെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ചോദ്യം, വഅൻ ശബാബിഹി ഫീമാ അബില, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് രണ്ടാമതായി ചോദിക്കുന്നത്. യുവാക്കളോട് യുവപ്രായം അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടും. യുവത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടും. നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ധാരാളം യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ചരിത്രത്തിൻ്റെ താളുകളിലുമൊക്കെ ധാരാളം യുവാക്കളെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ യുവപ്രായം എന്ന് പറയുന്നത് അത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ യുവത്വം അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വിശ്വാസ ജീർണതകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവനെ അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ പരലോകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ദിവസങ്ങളെ അപേക്ഷിച്ച് 50,000 വർഷമാണ് പരലോകത്തെ ഒരു ദിനം എന്ന് പറഞ്ഞല്ലോ. ആ ദിനത്തിൽ ഇന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെ ഉദിക്കുന്ന സൂര്യൻ്റെ ചൂടുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അന്ന് പരലോകത്ത് ഒരു ചാൺ ഉയരത്തിൽ സൂര്യനെ ഉദിപ്പിക്കപ്പെടുകയും ഞെരിയാണി വരെയും മുട്ടുവരെയും അരവരെയും കഴുത്ത് വരെയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ ദിനത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണലിട്ട് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുവപ്രായം അത് അള്ളാഹുവിനെ അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നാം മാറ്റിവെച്ചാൽ നമുക്കതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സത്യസന്ധമായ നിലക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നതാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന് 2 കൈകളില്ല, ഹംസ റളിയല്ലാഹു അൻഹുവിന് 2 കണ്ണുകളില്ല, ഹംസ റളിയല്ലാഹു അൻഹുവിന് 2 കാതുകളില്ല, ഹംസ റളിയല്ലാഹു അൻഹുവിന് 2 കാലുകളില്ല. ഹംസേ, നിന്റെ 2 കൈകൾ എവിടെ പോയി? ഹംസേ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തു അല്ലാഹ്. നിന്റെ കണ്ണുകൾ എവിടെ പോയി? ഹംസേ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തു. നിന്റെ കാതുകൾ എവിടെ പോയി? ഹംസേ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തു. നിന്റെ കാലുകൾ എവിടെ? ഹംസേ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തു എന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സിനെ സംബന്ധിച്ചും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം ചോദ്യം ചെയ്യപ്പെടുന്ന അതേ കോടതിയിൽ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ആയുസ്സിനെ സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളുടെയും യുവത്വത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന ആ ബോധം നമുക്ക് ഉണ്ടായിത്തീരേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം
നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. രണ്ടാമത്തെ, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ മാലിഹി മിൻ നൈനക്തസബഹു വമാ അൻഫഖ. നീ സമ്പത്ത്, പണം ഏത് വഴിക്ക് സമ്പാദിച്ചു, ഏത് വഴിക്ക് ചെലവഴിച്ചു എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. പണം സമ്പാദിച്ച വഴിയും ചെലവഴിച്ച വഴിയും അല്ലാഹു തആല ചോദിക്കും. പല ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പണം സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ബോധം, കൃത്യമായ നിലക്കുള്ള ഒരു സത്യസന്ധത ആ വിഷയത്തിൽ നാം കാണിക്കാറില്ല. അത് ചോദ്യം ചെയ്യപ്പെടുന്ന, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. പണവും പത്രാസും സൗകര്യങ്ങളും അതുപോലെ തന്നെയുള്ള സ്ഥാനമാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകൾക്കും കൊടുത്തു എന്ന് വരും. നാം പണത്തെ സംബന്ധിച്ച്, സമ്പാദ്യത്തെ സംബന്ധിച്ച് നാം പലപ്പോഴും പലരെയും ചൂണ്ടിക്കൊണ്ട് പറയാറുണ്ടല്ലോ, പണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോലും ഗതിയില്ലാത്ത ആ മനുഷ്യൻ ഇന്ന് വലിയ വലിയ കാറിലാണ്, വലിയ വലിയ വാഹനത്തിലാണ് അയാൾ യാത്ര ചെയ്യുന്നത്. അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് സമ്പത്ത് എന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പണം, സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടുകൊണ്ട് നൽകുന്നതല്ല. പണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടി. മൂന്നാമത്തെ ഒരു കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കയ്യിൽ പണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയില്ല. അള്ളാന്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരേ ഒരു കാര്യം അത് ഹിദായത്ത് മാത്രമാണ്. ഹിദായത്ത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിയിക്കാൻ അള്ളാഹ് നൽകുന്ന ഒരേ ഒരു കാര്യം ഹിദായത്ത് മാത്രമാണ്. നാം മുസ്ലിങ്ങളായി എന്നത് തന്നെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. മുസ്ലിങ്ങളായി ജീവിക്കുക, മുസ്ലിങ്ങളായി മരിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നാം കാണേണ്ടത്. അതിൽ മാത്രമാണ് നമുക്ക് തൃപ്തി ഉണ്ടായിരിക്കേണ്ടതും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം നൽകി. അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ ആ രണ്ട് കാര്യത്തിലും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമ്പൂർണമായി അദ്ദേഹം തൃപ്തിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഹ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദി അൻത വലിയി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, എനിക്ക് നീ രാജാധികാരം നൽകി, എനിക്ക് അധികാരം നൽകി. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചല്ലോ. നീ രാജാധികാരം എനിക്ക് നൽകിയ അതില് ഞാൻ തൃപ്തനല്ല അല്ലാഹ്. എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, അതിലും ഞാൻ സമ്പൂർണമായി ഞാൻ തൃപ്തിപ്പെടുന്നില്ല. എനിക്കെന്ത് വേണം? എന്നെ നീ മുസ്ലിമായി ജീവിപ്പിച്ച്, മുസ്ലിമായി മരിപ്പിച്ച് സത്യസന്ധരായ സജ്ജനങ്ങളോടൊപ്പം എന്നെ ചേർത്താൽ മാത്രമാണ് ഞാൻ തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് നമ്മുടെ തൃപ്തിയുടെ അങ്ങേയറ്റം, അതായിരിക്കണം. മറ്റുള്ള പല ആളുകൾക്കും സമ്പത്ത്, അതുപോലെ തന്നെ മറ്റു സമ്പാദ്യങ്ങൾ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ എല്ലാം കണ്ടിട്ട് അതൊന്നും എനിക്ക് അല്ലാഹു തആല തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നാം ആരും ഖേദിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള ആദർശം നാം മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നു എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം. പണവും സമ്പത്തും മറ്റുള്ളതൊന്നും അല്ലാഹു തആല ഇഷ്ടപ്പെട്ടത് കൊണ്ട് കൊടുക്കുന്ന കാര്യമല്ല. പക്ഷെ പണം സമ്പാദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മാത്രമേ നാം സമ്പാദിക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ അതുപോലെ തന്നെ ചെലവഴിക്കുന്നതും അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മാർഗത്തിൽ കൂടി മാത്രമേ നാം ചെലവഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പിടികൂടുന്നതാണ്. ചരിത്രത്തിൽ ധാരാളം പണക്കാരെ സംബന്ധിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. അധപ്പതനത്തിന് വിധേയരായ
രണ്ട് പണക്കാരെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ പണക്കാരൻ അബൂ ലഹബ്, മുശ്രിക്കായ പണക്കാരനായിരുന്നു. മുശ്രിക്കായ പണക്കാരൻ അബൂ ലഹബ്. രണ്ടാമത്തെ പണക്കാരൻ മുസ്ലിമായ പണക്കാരനാണ് ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മതപ്രബോധനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളിൽ ലീഡറായിരുന്ന ഖാറൂൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് ദഅവത്ത് നടത്താൻ വേണ്ടി അന്ന് 70 ആളുകളെ തിരഞ്ഞെടുത്തു. വലിയ വലിയ പണ്ഡിതന്മാരെ ദഅവത്തിന്റെ എങ്ങനെ ആളുകളെ സമീപിക്കണം, ഏത് വിഷയം ആദ്യം പറയണം, ഏത് രീതിയിൽ പറയണം എന്നെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഈ 70 ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് ഖാറൂൻ. ആ ഖാറൂൻ മുസ്ലിമായ പണക്കാരനാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊച്ചാപ്പാന്റെ മകനായിരുന്നു ഖാറൂൻ എന്ന്, ഇളയപ്പാന്റെ മകനായിരുന്നു ഖാറൂൻ എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അത്രത്തോളം വലിയ ആളായിരുന്ന ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു, മൂസ അള്ളാനോട് പണം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പണം ഉണ്ടാകാൻ വേണ്ടി മൂസ അങ്ങ് പ്രാർത്ഥിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാറൂൻ പണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, പണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, ഉള്ളതിൽ ബർക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. നിരന്തരമായി മൂസാ നബിയോട് ഖാറൂൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, മൂസ അള്ളാനോട് പണം വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം അള്ളാഹുവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, പടച്ചവനെ ഖാറൂന്റെ ആവശ്യം നീ നിർവഹിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞു. അല്ലാഹു തആല എന്ത് പറഞ്ഞു? വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഹു ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. ഖാറൂൻ അല്ലാഹു തആല നിധികൾ നൽകി. തൂരി സീന മലഞ്ചെരുവുകളിൽ നിന്ന് സ്വർണത്തിന്റെ അയിരികൾ കുഴിച്ചെടുത്തു കൊണ്ടുവന്ന് ആ സ്വർണത്തിന്റെ അയിരികളെ ഒരുതരം ചെടികളിൽ നിന്നുള്ള ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് ആ ഇലകളെ പിഴിഞ്ഞ് നീരാക്കി ആ നീരുപയോഗിച്ചുകൊണ്ട് സ്വർണത്തിന്റെ അയിരികളെ സ്വർണ്ണക്കട്ടികളാക്കുന്ന ജോലിയായിരുന്നു ഖാറൂൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഖാറൂൻ നിരന്തരമായിട്ട് ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ഖാറൂനെ കാണുന്നില്ല. കമ്പനിയിൽ ജോലി തിരക്ക് കാരണം പിന്നീട് ആഴ്ചയിൽ ശനിയാഴ്ച മാത്രം, ജുമാക്ക് മാത്രം, അന്ന് ശനിയാഴ്ച സബത്തിന്റെ ദിനം, ശനിയാഴ്ച മാത്രം ആരാധനാലയങ്ങളിൽ പള്ളിയിൽ വരാൻ തുടങ്ങി. അതും നിർത്തിവെച്ചു. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സക്കാത്ത് വാങ്ങാൻ വേണ്ടി ആമിലീങ്ങളെ ബൈത്തുൽ മാലിൽ സക്കാത്ത് അടക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് ശേഖരിക്കുന്ന ആളുകളെ, ആമിലീങ്ങളെ, പ്രവർത്തകരെ ഖാറൂന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചപ്പോ ഖാറൂൻ പറഞ്ഞ വാക്കാണ്, ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പണം, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയെടുത്ത പണം. മൂസാക്ക് പണമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മൂസാന്റെ പിരിവുകാര് കടക്കാരെ പോലെ പിരിക്കാൻ വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോടോന്ന് പറഞ്ഞ് ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സകാത്ത് ശേഖരിക്കുന്ന പ്രവർത്തകരോട്, ആമിലീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖസഫിനാ ബിഹി വബിദാരിൽ അർള. ഖാറൂനെയും അവന്റെ ഭാര്യ സന്താനങ്ങളെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സ്വർണത്തിന്റെ കട്ടികളെയും സ്വർണം സൂക്ഷിച്ചു വെച്ച ഖജനാവുകളും എല്ലാറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ രണ്ടായി വിണ്ട് കീറിയിട്ട് ആ ഭൂമിയുടെ ഭൂഗർത്തത്തിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞു നബിയെ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായിട്ട് ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ആ ധനം ഗൾഫിൽ പോയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടോ നാം ഉണ്ടാക്കിയ ആ ധനത്തിന്റെ പരമാധികാരം അല്ലാഹുവിനാണ് എന്ന ചിന്തയില്ലാതെ ആ പണം നല്ല നിലയ്ക്ക് ചെലവഴിക്കാതിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനെ പിടികൂടിയെങ്കിൽ ഖാറൂനോട് അല്ലാഹുക്ക് പ്രത്യേക ദേഷ്യവും നമ്മോട് പ്രത്യേക സ്നേഹവും അങ്ങനെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും, നമ്മോട് ദേഷ്യപ്പെടുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും ദേഷ്യപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ പറഞ്ഞു വന്നത്,
ധനം, പണം നമ്മുടെ കയ്യിൽ നാം സമ്പാദിക്കുന്ന ആ വഴിയും നാം ശ്രദ്ധിക്കണം. അത് ചെലവഴിക്കുന്ന വഴിയും നാം ശ്രദ്ധിച്ചുകൊണ്ട് ചെലവഴിക്കണം. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് എന്ന ആ ബോധം നമുക്കുണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നീ പണം ഏത് വഴിക്ക് സമ്പാദിച്ചു, ഏത് വഴിക്ക് ചെലവഴിച്ചു എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. നാലാമത്തെ കാര്യം, വമാദ അമില ബിഹി അലീം, നീ പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എന്ത് പഠിച്ചു എന്ന് അല്ലാഹു തആല ചോദിക്കുന്നില്ല. നീ പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ധാരാളം പഠിക്കാൻ അവസരം കിട്ടിയ ആളുകളാണ് ഞാനും നിങ്ങളും. എത്രത്തോളം എല്ലാ ആഴ്ചകളിലും ഖുതുബയും അതുപോലെ ക്ലാസ്സുകളും അതുപോലെ തഫ്സീർ വായനകളും അതുപോലെ എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള എല്ലാ സമയവും സന്ദർഭവും എല്ലാം നമുക്കുണ്ടായിട്ട് നാം പഠിച്ചിട്ട് ആ പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം, ഈ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ നിന്ന നൃത്തത്തിൽ നിന്ന് കാൽപാദം ഒരടി മാറ്റിവെക്കാൻ സാധിക്കുകയില്ല എന്ന് സ്വാദിഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചോദ്യം, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. രണ്ടാമത്തെ, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു. ഒന്നാമത്തെ ചോദ്യം, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു. രണ്ടാമത്തെ ചോദ്യം, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു. പണം സമ്പാദിച്ച വഴിയും ചെലവഴിച്ച വഴിയും പറയണം. പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഈ 4 ചോദ്യങ്ങൾക്ക് നമ്മുടെ റൂഹ് പിരിയുന്നതിന് മുമ്പ്, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് ഈ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കണ്ട് മരിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇസ്ലാഹി ദഅവത്തുകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് അല്പമൊക്കെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിന്ന്, ഈ ഉമ്മത്തിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടാകും എന്നാണ് വിചാരിച്ചത്. അല്ല, അത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുമ്പത്തതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം. ഇന്ന് രാവിലെയുള്ള യാത്രയിൽ തന്നെ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ദിവസങ്ങളായി ഓരോ ദർഗകളിൽ നിന്ന് മാറി മാറി ഓരോ ദിവസവും ഓരോ ദർഗകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കണ്ണൂർ 3 പെറ്റുമ്പ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ ഒരു ദർഗയിൽ നിന്ന് കൊടിയേറ്റമുണ്ടെന്നും അവിടെ ചെല്ലണം, എന്നിട്ട് അത് കഴിഞ്ഞ് നാളെ വേറെ 1-2 സ്ഥലങ്ങൾ പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കാണാൻ സാധിച്ചത്. അയാളോട് ദൈവത്തെടുത്താൻ സാധിച്ചു. അതിൻ്റെ തെറ്റും ശരിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്ന് മാത്രം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് അദ്ദേഹത്തോട് അയാൾ മമ്പുറത്ത് ഇന്നലെ രാത്രി ഇശാ നിസ്കാരത്തിന് മമ്പുറത്തായിരുന്നു. അവിടെ കിടന്നുറങ്ങിയിട്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് ട്രെയിൻ കയറി കണ്ണൂരേക്ക് യാത്ര ചെയ്തതാണ്. അയാളോട് സുബഹി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി വളരെ വിചിത്രമായ മറുപടിയാണ് അയാൾ പറഞ്ഞത്. ഞാൻ തഹജ്ജുദ് നിസ്കാരത്തിനോടൊപ്പം ജമ്മും കസറുമാക്കി സുബഹി നിസ്കരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഉമ്മത്തിൻ്റെ ഇത്രത്തോളം അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും പണം ചെലവഴിക്കുകയും ആയുസ് ചെലവഴിക്കുകയും ചെയ്യുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ഇന്നത്തെ ഈ പണ്ഡിത വേഷധാരികളായ ആളുകൾ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ദുരന്തം ആണ് ഞാൻ ഓർത്തുപോയത്. തഹജ്ജുദ് നിസ്കാരത്തോടൊപ്പം
ജമ്മും കസറുമാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് സുബഹി നമസ്കാരം എന്നുവരെ ആ പാവം തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഇന്നത്തെ ഈ ഉമ്മത്തിൻ്റെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവിനെ സംബന്ധിച്ചുള്ള ആ ലജ്ജയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത്രത്തോളം ഇതിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഇസ്ലാമിൻ്റെ വിശ്വാസം സംബന്ധിച്ചും ആചാരത്തെ സംബന്ധിച്ചും എന്താണ് നിസ്കാരം, ഏതെല്ലാം നിസ്കാരത്തോടൊപ്പം എങ്ങനെയൊക്കെ ജമാക്കാം, കസറാക്കി നിസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ചും യാതൊരു ധാരണയും ഇല്ലാത്ത നിലക്കുള്ള, അപ്പം ഈ രീതിയിലാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായ നിലക്കുള്ള പഠനം പഠിക്കാനോ പഠിപ്പിക്കാനോ ആളുകൾ തയ്യാറില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ഒക്കെ ധിക്കരിച്ച് നടന്നതിൻ്റെ ദുരന്ത ഫലം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടതും കണ്ടതുമാണല്ലോ മലപ്പുറം ജില്ലയിലെ തിരൂര് ബി പി അങ്ങാടിയിൽ വെച്ചുകൊണ്ടുണ്ടായ അവിടെ നടന്ന ഒരു ഉറൂസ് എന്ന പേരിൽ നടന്ന ഒരു ഉത്സവത്തിന് ആന ഇടയുകയും എന്നിട്ട് അത് ധാരാളം ആളുകൾക്ക് ആനയുടെ ചവിട്ട് കൊണ്ട് പരിക്ക് ഏൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് നാം കണ്ടതാണല്ലോ. എന്താണ് ഈ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ കാരണം? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, അലിയെ, ഉയർന്നു നിൽക്കുന്ന ഖബറുകളെല്ലാം നീ എന്ത് ചെയ്യണം? അത് തച്ച് നിരപ്പാക്കണം, ഒരുപോലെ ആക്കണം. ഒരു ചാൺ ഉയരത്തിൽ ഖബർ വെച്ച് അത് നിരപ്പാക്കി കളയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അലി റളിയല്ലാഹു അൻഹു അത് ചെയ്യുകയും ചെയ്തു. അത് ഇസ്ലാമിന് ഭരണം കിട്ടിയ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഖബർ തച്ചുടക്കാനോ മറ്റോ നാം പോകേണ്ടതില്ല, കാരണം നമ്മുടെ രാജ്യം അതിന് അനുവദിക്കുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ ഈ മനസ്സിനകത്തിൽ നിന്ന് ആ ഖബറുകളെ, ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ തച്ചുടക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിൻ്റെ അകത്ത് ഇതുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ അത് ഉയർന്നു നിൽക്കുന്നതായി നാം കാണുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഫഇന്നി അൻഹാകും അൻ ദാലിക, തീർച്ചയായും ഞാനത് നിങ്ങളോട് വിരോധിക്കുന്നു. ആ വഫാത്തിന്റെ സന്ദർഭത്തിൽ വരെ ശക്തമായ നിലക്ക് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ അതിനെ തൊട്ട് നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ വാക്ക് നമ്മുടെ ഉമ്മത്ത് മുസ്ലിം സമുദായം സ്വീകരിക്കാതിരുന്നതിൻ്റെ ദുരന്ത ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖബറുകൾ ഉയർത്തിക്കെട്ടിയിട്ട് അവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളം, അതിൻ്റെ പിന്നിൽ ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദുരന്ത ഫലം റസൂലുള്ളാഹിന്റെ വാക്ക് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദഅവാ പ്രവർത്തനങ്ങൾ ശക്തമായ നിലക്ക് മനുഷ്യന്റെ മനസ്സുകളിലേക്ക് നല്ല ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നല്ല സതുപദേശത്തോടുകൂടെ നേപരമായ രീതിയിൽ ഇറങ്ങിത്തിരിച്ച് ഈ മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നും നാം ഓർക്കുക. എല്ലാ നല്ല നിലക്കുള്ള എല്ലാ നന്മകളിലും മുന്നേറുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.